പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ കള്ളത്തരവും എല്ലാവരെയും പറ്റിച്ചുകൊണ്ടുള്ള അഴിഞ്ഞാട്ടവും ഒക്കെ തുടർന്നു പോവുകയാണ്. ഇത് കണ്ടിട്ട് നയനയ്ക്കും ആദർശനും ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. എന്നിട്ട് നന്ദുവിനോട് ഇക്കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അനിയുടെ ജീവിതം വല്ലാത്ത കഷ്ടത്തിലാണ് പോകുന്നത്. ആ അനാമികയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അവളുടെ കള്ളത്തരങ്ങളൊക്കെ ഓരോന്നായിട്ട് പൊളിച്ചെടുക്കണം. അതിൽ ഞങ്ങൾ മോളെയാണ് ഏൽപ്പിക്കുന്നത്. അവൾ ചെയ്തിട്ടുള്ള എല്ലാ കുറ്റവും തെളിയിച്ചേ പറ്റുകയുള്ളൂ. അവളെ ഇനി ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടാൻ പറ്റുകയില്ല, ശരിയാവുകയില്ല എന്നുള്ള രീതിയിലൊക്കെ ആദർശം നയനയും പറയുകയാണ്. അതനുസരിച്ച് അനാമികയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചെടുക്കാൻ നമ്മുടെ നന്ദു തീരുമാനിക്കുകയാണ്. അങ്ങനെ ആദർശനോട് പറയുന്നുണ്ട്, ആദർശേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. പിന്നെ അനിയുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്കും ടെൻഷനുണ്ട്. പക്ഷെ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് അനാമികയുടെ പിന്നാലെ ഞാൻ പോവാത്തത്. പക്ഷേ ഇനി അത് വെറുതെയാണ്. അവളെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവളെ ഒരു കൂസലുമില്ലാതെയാണ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ നന്ദു. അങ്ങനെ നന്ദു അനാമികയുടെ കാര്യമൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ആദ്യം മോള് അന്വേഷിക്കേണ്ടത് അന്ന് നടന്ന ആ ഒരു വലിയ ഒരു അപകടത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. അതും കൂടെ ഇനി അനാമികയാണ് എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ ഇടം വലം നോക്കില്ല. എൻ്റെ അമ്മയുടെ ജീവൻ വെച്ചാണ് അവളന്ന് കളിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് മോള് അന്ന് അമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി കൊടുത്തത് ആരാണ് എന്നുള്ളത് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. കാരണം ആ വീട്ടിലുള്ള ഒരാളാണ് ചെയ്തത് എന്നുള്ളത് അന്ന് നമുക്ക് ഉറപ്പായ കാര്യമാണ്. അതിനി അനാമികയാണോ എന്നുള്ള കാര്യം മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. പിന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അനാമികയുടെ പിന്നാലെയുള്ള ആ ഒരു പോക്കും അതുപോലെ അനാമികയുടെ കള്ളത്തരങ്ങൾ എന്താണ് എന്നുള്ളത് പിടിക്കാനും നന്ദു തീരുമാനിച്ചിട്ട് നമ്മുടെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അനന്തപുരിയിൽ അന്ന് ദേവയാനിക്ക് പാലിൽ വിഷം കലർത്തിയ ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ ഡേറ്റൊക്കെ അനുസരിച്ചിട്ട് അനാമിക ആരൊക്കെയാണ് വിളിച്ചിട്ടുള്ളത്, അനാമികയെ കാണാൻ വന്നത് ആരൊക്കെയാണ്, അതുപോലെ അനന്തപുരിയിൽ അന്ന് വന്നത് ആരാണ്, പുറത്തോട്ട് പോയത് ആരാണ്, പുറമേ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ മൊത്തം നമ്മുടെ നന്ദു അന്വേഷിച്ച് അറിയുകയാണ്. അതുപോലെ തന്നെ അനന്തപുരിയുള്ള CCTV ദൃശ്യങ്ങളും എല്ലാം പകർത്തിയെടുക്കുകയാണ് നന്ദു. അതിൽ നിന്നും ആ ഒരു വലിയ സത്യം നമ്മുടെ നന്ദു തിരിച്ചറിയുകയാണ്. എന്നിട്ട് ആദ്യം തന്നെ നന്ദു പോകുന്നത് അനാമികയുടെ അടുത്തോട്ടാണ്. എന്നിട്ട് അനാമികയെ ചോദ്യം ചെയ്ത് അനാമികയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. എടി, ഇത്രയും കാലം ഞാൻ നിൻ്റെ പിന്നാലെ വരാതിരുന്നത് അനിയെ ആലോചിച്ചിട്ട് മാത്രമാണ്. പക്ഷേ ഇനി ഞാൻ വെറുതെ വിടില്ല. ആ പാവം അവിടുത്തെ ആദർശേട്ടൻ്റെ അമ്മയുടെ ജീവൻ വെച്ചാണല്ലേ എടി നീ കളിച്ചിരിക്കുന്നത്. നീയാണല്ലേ അവരുടെ കരൾ പോവാൻ കാരണക്കാരി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു വാർത്ത കേട്ടിട്ട് അനാമിക ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അനാമികയും അമ്മയും ഒക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓരോ കള്ളത്തരം പറയുന്നുണ്ട്. എന്നിട്ട് നീയും നിൻ്റെ ചേച്ചിയും ഒക്കെ വരുത്തി തീർത്തത് ഞങ്ങളുടെ മേലേക്ക് ഇടാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നന്ദുവിൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. ആ തെളിവുകൾ കണ്ടിട്ട് ആകെ ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ് അനാമികയും അച്ഛനും അമ്മയും. എന്നിട്ട് ഇനി നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല, നിന്നെ ഞാൻ പൂട്ടിയിരിക്കും, ഇനി നീ പുറം ലോകം കാണില്ല, എല്ലാ തവണത്തെയും പോലെയല്ല ഇത്തവണ, നീ ജീവൻ വെച്ചാണ് കളിച്ചിരിക്കുന്നത്, അതിനെക്കൊണ്ട് ഇത് ക്രിമിനൽ കുറ്റം തന്നെയാണ്, ഞാൻ നിൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ കേസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അനാമികയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പിന്നീട് ഇക്കാര്യം നമ്മുടെ അനിയെ വിളിച്ച് അറിയിക്കുകയും അനി ഇക്കാര്യം നമ്മുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും നേരിട്ട് പോയി പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അനാമിക എത്ര കൊള്ളരുതാത്തവളാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ നിങ്ങളൊന്നും വിശ്വസിച്ചില്ല. എൻ്റെ അമ്മയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ അവളെ വിശ്വാസം. ഇപ്പോൾ എന്തായി? യഥാർത്ഥ വിഷപ്പാമ്പിൻ്റെ ആ ഒരു വിഷം ചീറ്റുന്ന സ്വഭാവം എല്ലാവരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അനി. ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെ വളരെയധികം ദേഷ്യം വരികയാണ്. കാരണം ദേവയാനിക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടായത് ആർക്കും തന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കൊടുക്കണം. ഇനി അവർ അനന്തപുരിയിൽ വാഴ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഉറച്ച തീരുമാനം എടുക്കുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും.